പ്രമുഖ സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ എസ് മണിലാൽ അന്തരിച്ചു. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏറെ നാളായി രോഗബാധിതനായിരുന്നു. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം മലയാളത്തിലും ഇംഗ്ലീഷിലും അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. കെ അഖിൽ കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ? നിഷാദ്, തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹം ഏറെ നാളായി തന്നെ അസുഖബാധിതനായ ചികിത്സയിലൊക്കെ കഴിയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മരുമകന്റെ വണ്ടൂർക്കരയിലെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹം താമസിക്കുകയും ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് വളരെയധികം സസ്യവുമായി ബന്ധപ്പെട്ട വലിയ വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ്. 17-ാം നൂറ്റാണ്ടിന്റെ 2ാം ഘട്ട പകുതിയിൽ കൊച്ചിയിലെ കേരളത്തിന്റെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള 12 വോളുകൾ അടങ്ങിയിട്ടുള്ള ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയിരുന്നു. അതിനെ മലയാളത്തിലേക്കും പിന്നീട് ഇംഗ്ലീഷിലേക്കും ഒക്കെ വിവർത്തനം ചെയ്യുന്നതിന്റെ ഇടപെടൽ ഒരു പ്രസിദ്ധീകരണം പുറത്തിറങ്ങുന്നത് ഇദ്ദേഹത്തിന്റെ ഇടപെടൽ, മണിലാലിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. 2003 ഹോർത്തൂസിന്റെ ഇംഗ്ലീഷ് പതിപ്പും 2008 മലയാള പതിപ്പും പുറത്തിറങ്ങുന്നത്. അതോടൊപ്പം തന്നെ ഈ സൈലന്റ് വാലിയിലെ സസ്യസമ്പത്തിനെ കുറിച്ച് പഠിക്കുന്ന അദ്ദേഹം നടത്തിയ പഠനങ്ങളും അദ്ദേഹത്തിന്റെ ഇടപെടലും ഒക്കെ തന്നെ ആ ഒരു മഴക്കാടിനെ സംരക്ഷിക്കുന്നതിലേക്ക് പോലും പോയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഈ ശാസ്ത്രജ്ഞന്മാരുടെ അല്ലെങ്കിൽ സസ്യസമ്പത്തിനെ കുറിച്ച് പഠനം നടത്തുന്നവർക്ക് ഒരു പുതുജീവൻ അല്ലെങ്കിൽ ഒരു പുതു വഴി തുറന്നു വെച്ചതും ഇദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധിയായ പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. ഈ ഡച്ച് രാജ്ഞി ശുപാർശ നൽകിയത് പ്രകാരം അവരുടെ ഔദ്യോഗികമായ ഒരു ബഹുമതിയായിട്ടുള്ള ഓഫീസർ ഇൻ ദ ഓർഡർ ഓഫ് ഓറഞ്ച് നാസൗ എന്ന് പറയുന്ന പുരസ്കാരം 2012 അദ്ദേഹത്തെ തേടിയിരുന്നു. അതുപോലെ തന്നെ നിരവധിയായത് ഈ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തൂസിന്റെ വിവർത്തനം അടക്കം 1 ഡസനോളം വരുന്ന പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു എന്നതാണ്. ഈ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള പഠനം നടത്തുന്നതിൽ ഇന്ത്യയിൽ തന്നെ വളരെയധികം വലിയ ഇന്ത്യയിലെ വളർച്ചയ്ക്കൊക്കെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. എന്തായാലും ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യം. ശരി.